സ്വർഗീയനാദം. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മറുപടി ലഭിക്കുമോ? പ്രാർത്ഥിച്ചാൽ മനസ്സമാധാനം ലഭിക്കുമെന്നല്ലാതെ പ്രശ്നങ്ങൾക്ക് വിടുതൽ ലഭിക്കുമോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ദിനം പ്രതി മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സംശയലേശം കൂടാതെ യേശു പറയുന്നു, രഹസ്യത്തിൽ നാം ദൈവത്തോട് അപേക്ഷിക്കുന്ന ഏത് പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കും. അത് തീർച്ചയാണ്. ഏലിയാവ് ദേശത്ത് മഴ പെയ്യരുത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യാതിരുന്നു. എസ്തേറിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം യഹൂദ ജാതിയെ വൻ നാശത്തിൽ നിന്ന് വിടുവിച്ചു. ഹാഗാറിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം മരുഭൂമിയിൽ നീരുറവ തുറന്നു. അതെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെയാണ് വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്നത്. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം മാത്രമല്ല, മറുപടി നൽകുന്ന, പ്രതിഫലം നൽകുന്ന ദൈവം കൂടിയാണ്. ദൈവഹിതപ്രകാരം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കത്തക്കവണ്ണം ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ആമേൻ. ജീവന്റെ പുതുക്കത്തിലും സന്തോഷത്തിലും അനുദിനം വർദ്ധിച്ചു വരുവാൻ നിത്യവും ശ്രവിക്കൂ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്.